ചിന്നുണ്ടാക്കുന്ന ഒരു പൂഞ്ഞു തോരൻ വെക്കാൻ പോവാ. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉള്ളി ഇടുക, പിന്നെ തേങ്ങാക്കൊത്ത് വരത്തവാ, പിന്നെ രണ്ട് മൂന്ന് അരി ഇടുക. അരി ഇട്ടിട്ട് നോക്കുമ്പോൾ ഇറച്ചിക്കൂട്ട്, കടുക്, ഇറച്ചിക്കൂട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് ഉപ്പ് ഇട്ട് ഇളക്കി അമറ്റി വെക്കുക. പൂഞ്ഞു തോരൻ ആണ് വെക്കാൻ പോകുന്നത്. മോനിതെല്ലാം കണ്ടു പഠിക്കണം. അരി ഇട്ടു. ഇപ്പം വെക്കാറില്ല. പണ്ടത്തെ കാലത്തായിരുന്നു പൂഞ്ഞും പാടയും എല്ലാവരും പരിപാടി തിന്നുമായിരുന്നു. ഇന്ന് ആർക്കും പഞ്ഞമില്ല. എല്ലാവരും റെഡിമെയ്ഡ് ആഹാരങ്ങളാണ് ഇപ്പം കഴിക്കുന്നത്. ഇപ്പം പൂഞ്ഞു തോരന് വെക്കാനുള്ള പരത്തും. എന്നിട്ട് വെച്ച് ഇളക്കി വെക്കുമ്പോൾ കാണിക്കാം. അന്നേരം ഇച്ചിരി ഉപ്പ് നോക്കണം പോലെ. ഇത് മസാലപ്പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കുക. ഉപ്പ് പൊടി, ഇത് ഉപ്പ് പൊടി, മഞ്ഞപ്പൊടി ഇട്ടില്ല, മഞ്ഞപ്പൊട്ടു, ഇറച്ചിക്കൂട്ടിട്ടു, ഉപ്പ് പൊടി ഇട്ടു, കരിയാപ്പല, ഇനി വെള്ളം ഒഴിച്ച് ചാരിച്ച് ഇതിനകത്തില് ഈ അമ്മ വെള്ളം ഒഴിക്കാൻ പോവുക. ഇനി തിളക്കണോ അമ്മേ? തിളക്കണ്ട. എന്നിട്ട് ഇതിനകത്ത് ഒഴിച്ച് ഇളക്കി. എന്തൊക്കെയാ ഇത്? ചക്കക്കൂഞ്ഞ്, ചക്കക്കൂഞ്ഞിന്റെ കുരു, ചക്കക്കുരു. ഇനി ഇത് ഒഴിക്കാൻ പോവാ. അപ്പൊ ഇതിന് എത്ര വിസിൽ വരും? 3 വിസില്. വെള്ളം കുറച്ചുകൂടെ വേണ്ടേ? വേണം, ഇച്ചിരി വെള്ളം കൂടെ വേണം. വിസിൽ വരുമ്പോ 3 വിസില വേണ്ടിയേ. ഞാൻ ഒഴിച്ച് ഇട്ടേക്കാം. ഇതൊരു കരിയാപ്പലയാണ്. ഇനി ഇത് അടച്ച് പറയട്ടെ. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാൻ. നൈസായിട്ട് അടുക്കളയിൽ മുങ്ങിയതാണ് കേട്ടോ. കണ്ടോ, മഴ ചാറുവാണ്. കണ്ടില്ലേ, ചെറിയ ചാറ്റലൊക്കെ ഉണ്ട്, ഇടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞ് ചട്ടിയൊക്കെ കത്തിക്കുന്ന. ചുറ്റിനും ചെടികളൊക്കെ ഉണ്ടോ. ഇതുപോലത്തെ ഭയങ്കര ഇഷ്ടം. പച്ച നിറത്തിലൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ മുഴുവനും പച്ച നിറത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. നല്ല രസമല്ലേ. ഇതൊരു മരത്തിലുണ്ടാവുന്നൊരു പൂവാണ്. വർഷങ്ങളായിട്ടുള്ളൊരു ചെടിയായത്. നല്ല രസമാണ്. പിന്നെ കുഞ്ഞ് കപ്പ. പിന്നെ ഇത് കുഞ്ഞ് തെറ്റി മാതിരി ഒരു സംഭവമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. തെറ്റിപ്പൂ മാതിരി എന്താന്ന് പറഞ്ഞാൽ നല്ല രസപ്പൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ. എപ്പോഴും ബീഡിയും കടി കാപ്പി മാത്രം. എന്തെടുക്കുവാ അപ്പ? വേണ്ട, വിസിലിന്റെ സൗണ്ട് കേൾക്കാം. നമുക്ക് പോയി നോക്കാം. ഞാൻ എത്തിയപ്പോ വിസിൽ പോയി കേട്ടോ. 3 വിസിൽ വന്ന് നിർത്തിയിട്ടിരിക്കുവാണ്. എവിടെ പോവാച്ചാ? ഞാൻ കോർത്ത മുല്ലപ്പൂ, ഇപ്പഴേക്ക് മുല്ലമുട്ട ഇച്ചിരി ഉള്ളൂ. ഗായ്സ്, ഞാൻ അമ്മയ്ക്ക് വരച്ചു കൊടുത്താണ്. ഇത് മൈലാഞ്ചി കണ്ടോ. ഞാൻ പിന്നെ കുറെ കോപ്രായങ്ങളൊക്കെ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടരാ ഇവിടെ കുറേ കണ്ടില്ല. ഭയങ്കര ബോറായിട്ടുള്ള എല്ലാം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചിലല്ലേ, എന്നിട്ട് പെയിന്റൊക്കെ അടിച്ചു വെച്ചിരിക്കുക. കുറെ ഉണ്ട്. ഭയങ്കര കോമഡിയാ. വേണ്ട, ഇത് ഞാൻ തബല വരയ്ക്കാൻ പോയി നോക്കിയതാ. തബല പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഏതോ 2 പിള്ളേരിരിക്കുന്ന കൂടെ ഒരു കിളി. മലയുടെ നടുക്ക് സൂര്യൻ, നല്ല സൂര്യൻ. പിന്നെ 2
തെങ്ങ് കണ്ടോ. ഇനിയുമാണ് കോമഡി. ഞാൻ എൻ്റെ മലയാള ടെക്സ്റ്റിൽ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണിത്. ഇത് എഴുതിയും വെച്ചിട്ടുണ്ട്, പിന്നെ പടവും വരച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബോറാണ്. ഞങ്ങൾക്കൊരു പൂച്ച ഉണ്ടായിരുന്നേ, അതിനെ വരച്ചതാണ് കണ്ടു. പിന്നെ ഒരു പാവ, ആ പാവ ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. പാവയുടെ ഇവിടെ പൊട്ട്. പിന്നെ ഇതാരാന്നൊക്കെ അറിയാമല്ലോ, ഡോറയും പൂച്ചയും പണ്ട് വരച്ചത്. എന്തായാലും ഒരു 5-6 വർഷമെങ്കിലായിക്കോളും. പിന്നെ ഒരു പട്ടി. ഇത് കൊച്ചി ടി വിയിൽ ഒരു കാർട്ടൂണായിരുന്നു, ഈ ലില്ലി. ഇപ്പം ഹൈഡി ആയില്ലേ, അവരൊക്കെയാണിത്. പിന്നെ ഇത് ഏതോ ഒരു പ്രേതം. പിന്നെ ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ വരച്ചാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ചേച്ചി വരച്ചാണ്. ഈ ഒരു കിളിയൊക്കെ, ഈ ഒരു പൂ എൻ്റെ ചേച്ചിയാണ് കേട്ടോ വരച്ചത്. ചേച്ചിയെ കാണിച്ചു തരാവേ. ഇതാണ് ചേച്ചി, കണ്ടോ. ഇത് ഞാൻ കൊച്ചിലത്തെ. ഇത് മയിലായിരുന്നു. ഇപ്പുറത്തൂടെ ബാത്റൂം വന്നുകൊണ്ട് മയിലെല്ലാം കണ്ടോ. ബാത്റൂമിൻ്റെ അപ്പുറത്ത് ബാക്കി ഭാഗങ്ങൾ, മയിലിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാത്റൂമിൻ്റെ അപ്പുറത്ത് കണ്ടോ. ഇതും ചേച്ചി വരച്ചതാ. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഗോഡൗണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പണ്ടത്തെയൊക്കെ എല്ലാം ഉണ്ട്. താഴെ റേഡിയോ ഒക്കെയാണ് കേട്ടോ, പണ്ടത്തൊക്കെ റേഡിയോ ഒക്കെ ഇല്ല, അതൊക്കെയാണ്. പിന്നെ ടെലിഫോണൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ടോർച്ചൊക്കെ ഉണ്ട്. ഐസ് ഒരു ഓമയ്ക്ക വഴുത്ത് കിടപ്പുണ്ട് കണ്ടോ. ഇരിപ്പുണ്ടായിരുന്നു കണ്ടോ. ഐസ് ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് കണ്ടോ. ഇതൊക്കെ പണ്ടത്തെയാണ്, മണ്ടക്കിരിക്കുന്നതും ഈ താഴെ ഇരിക്കുന്നതൊക്കെ കണ്ടോ. ഇത് അമ്മമ്മച്ചിക്ക് ഒരു അമ്മയ്ക്ക് ഒരു ആൻറ്റി വരച്ചു കൊടുത്താണേ കണ്ടോ. ഇത് കുറേ വർഷമായി. ചേച്ചിയുടെ ട്രോഫികളാണ് കണ്ടോ, എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെയാണ്. അപ്പോൾ ഗായ്സ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. പുകയൊക്കെ ആയിക്കൊണ്ട് ക്യാമറ പുക മാതിരി ഇരിക്കുന്നു കണ്ടോ. ആവി ഉണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളി. ഇങ്ങനെ വെച്ച് നോക്കണേ, സൂപ്പർ. അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഒക്കെ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം. ഓക്കെ, ബൈ ബൈ.